അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബാലചന്ദ്രന്റെ മനസ്സൊക്കെ ശാന്തമായിരുന്നു. അതിന് കാരണം അദ്ദേഹത്തിന്റെ അരികിൽ നിൽക്കുന്ന അലീനയായിരുന്നു. രക്തബന്ധത്തേക്കാൾ വലിയൊരർത്ഥം സ്നേഹബന്ധത്തിനുണ്ടെന്ന് തെളിയിക്കുന്ന നിമിഷങ്ങൾ. അലീന ബാലചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ അച്ഛനോടുള്ള സ്നേഹം തുളുമ്പി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ മെല്ലെ പറഞ്ഞു തുടങ്ങും പോലെ തോന്നി. സർ, ഇപ്പോ എന്റെ മനസ്സിന് സാറിന്റെ അച്ഛന്റെ സ്ഥാനമാണുള്ളത്. ആ വാക്കുകൾ ബാലചന്ദ്രന്റെ ഹൃദയത്തിലേക്കാണ് ഇറങ്ങിച്ചെന്നത്. ബാലചന്ദ്രൻ വാത്സല്യത്തോടെ അവളെ നോക്കി ചോദിച്ചു. അല്ല മോളെ, എന്റെ മനസ്സിൽ നിനക്ക് എന്ത് സ്ഥാനമാണെന്നറിയോ? അലീന ഒന്ന് സംശയിച്ചു. മകൾ അല്ലാതെന്താ? ബാലചന്ദ്രൻ ചിരിച്ചു. വെറും ഒരു ചിരിയല്ല, ജീവിതത്തിന്റെ പരുക്കൻ വഴിയിൽ തളർന്നുപോയ ഒരു മനുഷ്യന് കൈത്താങ്ങായി എത്തിയ മാലാഖയെ നോക്കിയുള്ള ചിരി. മകൾ മാത്രമല്ല അലീന, നീ എന്റെ മകളും വഴികാട്ടിയും കൂടിയാണ്. ജീവിതം ഒരു ഒഴുക്കുപോലെ പോയിരുന്ന സമയത്താണ് നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു എനിക്ക് ചുറ്റുമുള്ളവർ എന്നോട് എന്താണ് ചെയ്യുന്നതെന്ന്. സ്നേഹത്തിന്റെ മുഖം മൂടി അണിഞ്ഞ വഞ്ചനകൾ തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ നീയാണ് എന്നെ അത് കണ്ണു തുറപ്പിച്ചത്. എങ്ങോട്ടേക്ക് പോവണം, എങ്ങനെ പ്രതികരിക്കണം എന്ന് പഠിപ്പിച്ചത് നീയാണ്. അതുകൊണ്ട് നീ എനിക്ക് മകൾ മാത്രമല്ല, എന്റെ എല്ലാം എല്ലാമാണ്. ബാലചന്ദ്രന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഓടിച്ചെന്ന് ബാലചന്ദ്രനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ഒരു മകൾ അച്ഛന് നൽകുന്ന ഏറ്റവും പരിശുദ്ധമായ മുത്തം അവൾ അദ്ദേഹത്തിന് നൽകി. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സാറിനെ, എന്റെ ജീവനാണ് സാറ്, അവൾ വിതുമ്പലോടെ പറഞ്ഞു. സത്യം പറയട്ടെ, എന്നെ പ്രസവിച്ച് അമ്മയേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം സാറിനെയാണ്. ഞാൻ സാറിനെ സ്നേഹിക്കുന്നു. എന്റെ ബ്രിജിത്താമ്മയെ സ്നേഹിക്കുന്ന അതേപോലെ തന്നെ ഞാൻ സാറിനെയും സ്നേഹിക്കുന്നു എന്ന് പറയും. ബാലചന്ദ്രൻ അത്ഭുതത്തോടെ ചോദിച്ചു. അലീന, നീ സത്യാണോ ഈ പറയുന്നത്? അതോ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറയുന്നതാണോ? പെറ്റ അമ്മയിലെ മോളെ എല്ലാവർക്കും വലുത്. അലീനയുടെ മുഖം ഗൗരവത്തിലായി. അല്ല സർ, പെറ്റമ്മ വേറെ പോറ്റമ്മ വേറെ. പ്രസവിച്ചു എന്നത് കൊണ്ട് മാത്രം ആരും ആർക്കും അമ്മയാവില്ല. എന്നെ സ്നേഹിച്ചു വളർത്തിയത് എന്റെ ബ്രിജിതാമ്മയാണ്. ഇപ്പൊ സേറ് ഒരച്ഛന്റെ എല്ലാ കടമകളും ചെയ്ത് എന്നെ മകളെ പോലെ നെഞ്ചിലേറ്റുന്നു. പിന്നെ ഞാൻ എന്തിനാണ് എന്നെ പ്രസവിച്ച് ഉപേക്ഷിച്ച് ആ സ്ത്രീയെ സ്നേഹിക്കുന്നത്? അവളുടെ ചോദ്യം ബാലചന്ദ്രനെ ചിന്തിപ്പിച്ചു. അദ്ദേഹം ചോദിച്ചു, സ്നേഹ നികേതനത്തിൽ അന്ന് അത്രയും കുട്ടികളുണ്ടായിട്ടും നിന്നെ മാത്രം എന്താ ആരും ദത്തെടുക്കാതിരുന്നത്? അതിന് അലീന നൽകിയ മറുപടി ബാലചന്ദ്രന്റെ കണ്ണ് നനയിച്ചു. അതിന് ഒരു കാരണമുണ്ട് സർ. അന്ന് ആരെങ്കിലും എന്നെ കൊണ്ടുപോയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും നല്ലൊരു അച്ഛനെ കിട്ടുമായിരുന്നോ? എനിക്ക് സ്നേഹം തരാൻ അച്ഛൻ ഇവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് എന്റെ ബ്രിജിത്താമ്മയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടായിരിക്കും എന്നെ ആർക്കും കൊടുക്കാതെ ഇവിടെ എത്തിച്ചത്. ബാലചന്ദ്രൻ അവളുടെ കയ്യിലൊരു ഉമ്മ വെച്ചു കൊടുത്തു. ആ സ്നേഹം മുഴുവൻ ഏറ്റുവാങ്ങി അതവൾ നെറ്റിയിൽ ചേർത്തു. അച്ഛനും മകളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ഏറ്റവും വലിയ മനോഹരമായ നിമിഷമായിരുന്നു അത്. പിരിയാൻ നേരം ബാലചന്ദ്രൻ പറഞ്ഞു. ഞാൻ വിളിക്കുമ്പോൾ തന്നെ നീ ഇങ്ങോട്ടേക്ക് ഓടി വരണം കേട്ടോ. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല അലീന. എന്റെ എല്ലാ കാര്യത്തിലും നീ എന്റെ കൂടെ വേണം. കുസൃതിയോടെ ചിരിച്ചുകൊണ്ട് തന്നെ ഒളി കണ്ണിട്ടു നോക്കി അലീന അവിടെ നിന്നും പോയി. അലീന അവിടെ നിന്നും നേരെ ചെന്നത് മുത്തശ്ശിയുടെ മുറിയിലേക്കാണ്. കുറച്ചു ദിവസമായി അലീന ഇല്ലാത്തതുകൊണ്ട് മുത്തശ്ശി ആകെ ക്ഷീണിച്ചതുപോലെ തോന്നി. മുറിയിൽ അലീനയുടെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് മടുപ്പ് പ്രകടമായിരുന്നു. അലീന നടന്നു വന്ന മുത്തശ്ശിയെ വൃത്തിയാക്കി പൗഡറൊക്കെ ഇട്ട് നല്ല സാരിയൊക്കെ ഉടുപ്പിച്ച് സുന്ദരിയാക്കി. കണ്ണാടിയിൽ നോക്കിയ മുത്തശ്ശിക്ക് അത്ഭുതം തോന്നി. അലീന, നീ ഇവിടെ നിന്നും പോയപ്പോൾ ഞാൻ അത് ചത്ത് ജീവിക്കുമായിരുന്നു. മുത്തശ്ശി തുറന്നു പറഞ്ഞു. സത്യം പറയാലോ, നീ ഇവിടെ നിന്ന് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, എന്റെ മകൾ വൈജയന്തിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. നീ കാരണം അവളുടെ ജീവിതം വഴി മുട്ടരുതെന്ന് ഞാൻ ഭയന്നു. അതൊരു സ്വാർത്ഥതയായിരുന്നു മോളെ. അലീന മുത്തശ്ശിയുടെ കൈ പിടിച്ചു. ഇതൊക്കെ വിട്ട് എനിക്ക് പോവാൻ പറ്റൂ മുത്തശ്ശി? ബാലചന്ദ്രൻ സാറ് എന്നെ ദത്തെടുത്തില്ലേ? ഇനി ഞാൻ ആ സാറിന്റെ മകളല്ലേ? അപ്പൊ പിന്നെ സാറ് പറയുന്നത് ഞാൻ അനുസരിക്കേണ്ടേ? മുത്തശ്ശി ഭയത്തോടെ പറഞ്ഞു. അതൊക്കെ ശരിയാണ്, പക്ഷേ നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ മോളെ. എന്റെ മകൾ വൈജയന്തി അവിടെ വടിവാളും എടുത്ത് നിൽക്കുന്നുണ്ട്. നിനക്ക് എപ്പോഴാ കിട്ടാന്നൊന്നും പറയാൻ പറ്റില്ല. അലീനയുടെ മുഖത്ത് ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അതൊന്നും സാരമില്ല മുത്തശ്ശി. വൈജയന്തി മേഡത്തിനെ ഒതുക്കാനുള്ള വഴികളൊക്കെ എന്റെ കയ്യിലുണ്ട്. ഒതുക്കാനോ? എന്തു വഴി? മുത്തശ്ശി ആകാംക്ഷയോട് ചോദിച്ചു. അതൊക്കെ എന്റെ കയ്യിൽ ഭദ്രമാണ്. ചില ബോംബുകളൊക്കെ എന്റെ കൈവശമുണ്ട്. അതൊന്നും ഇപ്പൊ മുത്തശ്ശി അറിയണ്ട. അലീനക്കൊന്നും അറിയില്ല എന്നാണ് എല്ലാവരുടെയും വിചാരം. പക്ഷേ സമയം വരുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ പുറത്തെടുക്കും, അലീന ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. പിന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചതല്ല. പക്ഷേ കൃഷ്ണമോളും ബാലചന്ദ്രൻ സാറും ഒക്കെ വിളിച്ചപ്പോൾ എനിക്ക് വരാതിരിക്കാൻ കഴിഞ്ഞില്ല മുത്തശ്ശി. ഞാൻ കൂടെയില്ലാതെ ഈ കുടുംബം മുന്നോട്ടു പോകില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തിന്? മുത്തശ്ശിയുടെ മകൾ വൈജയന്തി മാഡം പോലും സാർ ഇല്ലെങ്കിൽ കഷ്ടപ്പെടും. അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് എല്ലാവരെയും ഒന്ന് കരക്കടുപ്പിച്ചിട്ട് ഈ അലീന ഇവിടെ നിന്ന് പോവുള്ളൂ എന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ഞാൻ കാരണം വൈജയന്തിയുടെ മേഡത്തിന് ദോഷമൊന്നും വരില്ല, ഗുണമേ ഉണ്ടാവൂ. അലീനയുടെ വാക്കുകളിലെ നിഗൂഢമായ ഒരു അർത്ഥം ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു.
ഇതേ സമയം കാര്യങ്ങൾ അറിഞ്ഞ് പ്രശ്നങ്ങൾ വഷളാക്കാൻ കമല വൈജയന്തിയെ വിളിച്ചു. ഫോൺ എടുത്ത വൈജയന്തിയുടെ ശബ്ദത്തിൽ ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു. എന്തായി കാര്യങ്ങൾ? കമല ചോദിച്ചു. എന്താവാൻ? ആ മുടിഞ്ഞവൾ വീണ്ടും ഇവിടെ കയറിക്കൂടി. ഇനി അവളെ വെച്ചു പൊറുപ്പിക്കാൻ എനിക്ക് വയ്യ കമലെടുത്തി. വൈജയന്തി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ മകൾ കൃഷ്ണമോൾ അവരുടെ കൂടെയാണ്. ദത്തുപുത്രി എന്ന പേരും പറഞ്ഞ് അവൾ ഇവിടെ വെലസി നടക്കുകയാണ് കമലെടുത്തി. അന്നേരം കമലമ്മ എരുതിയിൽ എണ്ണൊഴിച്ചു. എങ്കിലും എന്റെ വൈജയെ, നിന്നെ സമ്മതിക്കണം. സ്വന്തം ഭർത്താവ് ഒരു വേലക്കാരി പെണ്ണിനെയും കൊണ്ട് റിസോർട്ടിലേക്ക് പോയി താമസിച്ചു വന്നിട്ടും നീ ഇതൊക്കെ സഹിക്കുന്നുണ്ടല്ലോ. നാട്ടുകാരറിഞ്ഞ കൈതക്കൽ കുടുംബത്തിന് എന്ത് മാനക്കേടാണ്. വൈജയന്തി അത് കേട്ടപ്പോഴൊന്ന് പതറി. അതവളുടെ ഉള്ളിലെ മുറിവായിരുന്നു. ആങ്ങളമാരും അച്ഛനും നിർബന്ധിച്ച് കെട്ടിച്ചതാണെങ്കിലും ഇങ്ങനൊരു അപമാനം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്കിതൊന്നും കേൾക്കണ്ട. എനിക്ക് അവളെ എവിടെ നിന്നും ഒഴിവാക്കണം. അതിന് എന്ത് ചെയ്യാനോ ഞാൻ തയ്യാറാണ്. വൈജയന്തി പല്ലുരുമിക്കൊണ്ട് പറഞ്ഞു. നിന്റെ ആങ്ങളമാരെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടായോ? ആ രാജീവൻ വന്നിട്ട് പേടിച്ചോടിയില്ലേ? ബാലചന്ദ്രന്റെ മുന്നിൽ നിൽക്കാൻ ത്രാണിയില്ലാത്ത ഭീരുക്കൾ. കമലമ്മ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. വൈജയന്തിക്ക് മറുപടിയൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ പോട്ടെ, ഇനി എന്താ വഴി? മനു വരുന്നുണ്ട്. അവൻ അലീനെ വലിയ കാര്യമാണ്. അതെ, അവനും ബാലചന്ദ്രനും കൂടിയിട്ടാണ് ഈ ചതി ഒപ്പിച്ചത്. നീ സമാധാനമായിരിക്ക്, നമുക്ക് എന്തെങ്കിലും വഴി കാണാം. പക്ഷേ നീ സൂക്ഷിക്കണം. മനുവിനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. അവനും ആ വേലക്കാരും തമ്മിലുള്ള അടുപ്പം അത്ര ശരിയല്ല. കമല ഫോൺ വെക്കുമ്പോഴും വൈജയന്തിയുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ അങ്ങ് പാകിക്കൊടുത്തു. ഇതേ സമയത്തന്നെ അടുക്കള ജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു അലീന. അവിടേക്ക് ഇരിച്ചു കയറി വന്ന വൈജയന്തിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. എടി, നിന്റെ ഇവിടുത്തെ അഹങ്കാരം ഇതുവരെ തീർന്നില്ലേ? വൈജയന്തി ആക്രോശിച്ചു. ദത്തുപുത്രിയാണെന്ന് പറഞ്ഞു നടന്നാ പോരാ, എന്തിനാ വീണ്ടും അടുക്കളയിൽ കയറി ഭരിക്കുന്നത്? അലീന ശാന്തമായി മറുപടി പറഞ്ഞു. ഞാൻ ദത്തുപുത്രിയാണെങ്കിലും സാറിന്റെ മകളാണ്. എന്റെ അച്ഛനും സഹോദരിമാർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത് എനിക്ക് മടിയുള്ള കാര്യമൊന്നുമല്ല മാഡം. ഓ, നിന്റെ ഒരു അച്ഛൻ. വെറുതെ ഒരു അച്ഛൻ എന്ന് പേരിട്ട് അതിന്റെ മറവിൽ നീയും അയാളും കൂടി കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകളൊക്കെ എനിക്കറിയില്ല എന്നാണ് നിന്റെ വിചാരം? വൈജയന്തിയുടെ വാക്കുകളൊക്കെ അതിരുവിട്ടു. അലീന അന്നേരം ഞെട്ടിപ്പോയി. അവൾ വൈജയന്തിയുടെ കാല് പിടിച്ചു. മാഡം പ്ലീസ്, അങ്ങനെയൊന്നും പറയരുത്, അത് പാപമാണ്. വൈജയന്തി കാലങ്ങ് വലിച്ചെടുത്തു. പിന്നെ ഞാൻ എന്തു പറയണമെടി? നിന്റെ ഉദ്ദേശം എനിക്ക് നന്നായിട്ട് അറിയാം. പണമുള്ള വീട്ടിൽ കയറിപ്പറ്റി അവിടുത്തെ ആണുങ്ങളെ വശീകരിക്കാനല്ലേ നിന്റെ ബ്രിജിത്താമ്മ നിന്നെ പഠിച്ചു വിട്ടിട്ടുണ്ടാവുന്നത്. ബ്രിജിത്താമ്മയുടെ പേര് കേട്ടതോടുകൂടി തന്നെ അലീനയുടെ മുഖഭാവം അങ്ങ് മാറി. അവളുടെ കണ്ണിലൊക്കെ തീപ്പൊരി പാറുന്നുണ്ടായിരുന്നു. മാഡം, പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ബ്രിജിത്താമ്മയെക്കുറിച്ച് പറയരുതെന്ന്. എന്റെ പെറ്റമ്മയെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷേ എന്റെ ബ്രിജിത്താമ്മയെ പറ്റി പറഞ്ഞാൽ... ഓ, അതിന് നിനക്ക് അമ്മയുണ്ടോടി? അമ്മ എന്ന് വിളിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? വൈജയന്തി പുച്ഛത്തോടെ ചോദിച്ചു. അലീന തല ഉയർത്തി പിടിച്ചു ഉറക്ക ശബ്ദത്തിൽ പറഞ്ഞു. ഉണ്ട്. ഇവിടുത്തെ ബാലചന്ദ്രൻ സാറിനെ ഞാൻ അച്ഛ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ സാറിന്റെ ഭാര്യയായ വൈജയന്തി മാഡത്തിനെ ഞാൻ അമ്മ എന്ന് തന്നെ വിളിക്കുക തന്നെ ചെയ്യും. അതിനുള്ള അവകാശം എനിക്കുണ്ട്. എന്റെ അമ്മ തന്നെയാണ് വൈജയന്തി മാഡം. ആ വാക്കുകൾ കേട്ട് വൈജയന്തി ആകെ തരിച്ചുപോയി. അലീനയുടെ ആത്മവിശ്വാസത്തിനു മുന്നിൽ, ആ അമ്മ എന്ന വിളിക്കു മുന്നിൽ വൈജയന്തി ആകെ സ്തംഭിച്ചു നിന്നുപോയി. ഇതേ സമയത്തന്നെ അലീന തന്റെ ജോലി തുടർന്നു. വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങളുടെ തുടക്കം മാത്രമായിരുന്നു അത്. അലീന ഒരിക്കലും വൈജയന്തിയുടെ മുഖത്ത് നോക്കിയിട്ട് അമ്മ എന്ന വിളിക്കുമെന്ന് വൈജയന്തി ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ കൈതക്കൽ മാളിക വീട്ടിനെ എങ്ങനെ ബാധിക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. സ്നേഹത്തിന്റെയും പകയുടെയും ഈ നേർക്കുനേർ പോരാട്ടത്തിൽ അലീനയുടെ ബോംബുകൾ എപ്പോഴാണ് പൊട്ടുന്നതെന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ